പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുർത്തിയിലും നൈറ്റിയിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു നെക്ക് ഡിസൈനാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു നൈറ്റിയിലാണ്. അപ്പോൾ നൈറ്റിയുടെ മുന്നിലത്തെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ക്ലോത്ത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഈ ഒരു ലേസിൻ്റെ അകത്ത് ഇതുപോലത്തെ ഫ്ലവേഴ്സ് കാണുന്നില്ലേ, അതിലും കുറച്ച് ഫ്ലവേഴ്സും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഈ ഒരു ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാൻ മാർക്കിംഗ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ബാക്കിലത്തെ ഭാഗം കാണുന്ന രീതിയിൽ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ താഴത്തോട്ടേക്ക് നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലോത്ത് നല്ല കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ ക്യാൻവാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അധികം കട്ടിയില്ലാത്ത ക്ലോത്ത് ആണെങ്കിൽ നിങ്ങൾ ക്യാൻവാസും കൂടി ഉപയോഗിച്ചാൽ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതാ 2 പോയിൻറ്റും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു. അതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ 2 ഇഞ്ചിൽ റൈറ്റിലേക്ക് ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി താഴത്തോട്ടേക്ക് ഞാൻ 14.5 ഇഞ്ചിലാണ് മാർക്കിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 14.5 ഇഞ്ചിൽ ഇതുപോലൊരു മാർക്കിംഗ് കൊടുത്തിട്ട് അതും കൂടി ഞാനൊന്ന് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ചെയ്ത അതേ രീതിയിൽ ഈ താഴേന്ന് മുകളിലേക്ക് ഇതുപോലെ ഒരു 1.5 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്തിട്ട് അതും കൂടി ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തില്ല, അവിടുന്ന് താഴത്തോട്ടേക്ക് ഇതുപോലെ വരച്ചു. എന്നിട്ട് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ആ ഒരു സൈഡ് നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ളത് 2 സൈഡിലും. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ക്ലോത്തിൻ്റെ 4 ഭാഗത്തും നമുക്ക് 1/2 ഇഞ്ചിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ബാക്കിയുള്ള ഭാഗത്തും കൂടി മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്, ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ട് അത് നമ്മൾ ബോബിനിൽ ചുറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബോബിൻ കേസ് കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട്, എന്നാലേ ആ കട്ടിയുള്ള ത്രെഡ് അതിൻ്റെ ഉള്ളിൽ കൂടി പുറത്ത് വരുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്ലോത്തിൽ കുറച്ച് മാർക്കിംഗ് കൊടുക്കാനുണ്ട്. ഇത് ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്ക് 1.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്തു. അവിടുന്ന് വീണ്ടും 1.5 ഇഞ്ചിൽ അടുത്ത മാർക്കിംഗ് കൊടുത്തു. അങ്ങനെ ലെഫ്റ്റിലോട്ടേക്ക് 1.5 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്കിംഗ് കൊടുത്തു. അതേപോലെ തന്നെ റൈറ്റിലോട്ടും കൊടുത്തു. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴത്തോട്ടേക്ക് ഞാൻ 7 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അവിടുന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും 1.5 ഇഞ്ച് കുറച്ചിട്ട് ഓരോ മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് 1.5 ഇഞ്ച് കുറച്ചിട്ട് അടുത്ത ലെഫ്റ്റിലും റൈറ്റിലും ഓരോ മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ബാക്കിയുള്ള ഭാഗത്തും ഓരോ 1.5 ഇഞ്ച് വീതം കുറച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇതുപോലെ നമുക്ക് ലൈൻ വരച്ചെടുക്കാം. ഇനി നമ്മൾ ആ ലൈൻ അവസാനിക്കുന്ന ആ പോയിന്റിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലേസിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ഈ ബോബിൻ ഞാൻ മെഷീനിൽ ഇടുന്നുണ്ട്. അതിനുശേഷം ഈ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് ഈ ക്ലോത്തിൽ ആ ലൈനിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം ആ തിക്കായിട്ടുള്ള നൂല് വരുന്ന ഭാഗം നമുക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ലൈൻ വരച്ച് മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്.
ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഇതുപോലെ ലൈൻ കിട്ടും. ഇനി ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഓരോ ഫ്ലവറായിട്ട് അവിടെ വെച്ചിട്ട് മെഷീൻ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഈ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് നമ്മളിതുപോലെ ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ 1/2 ഇഞ്ച് മടക്കിയിട്ട് ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നൈറ്റിയുടെ ഫ്രണ്ട് പോർഷനിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ തിരിച്ചിടണം. തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈ ചെറിയ നെക്ക് പീസ് ഉണ്ടല്ലോ, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെക്കണം. എന്നിട്ട് ആ നെക്കിൻ്റെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നെക്ക് പീസ് ഞാൻ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതാ ഈ ഒരു പീസ് നമുക്ക് ഫ്രണ്ടിലോട്ടേക്ക് തിരിച്ചിടാം. ഫ്രണ്ടിലോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ കാണിക്കുന്ന ആ മാർക്കിങ്ങിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൽ കൂടിയും അതുപോലെ താഴത്തെ ഭാഗത്തുകൂടിയും. അപ്പോൾ ഇതാ ഈ നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ നൈറ്റ് ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.